ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. പതിവ് പോലെ തന്നെ എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയത് ചാലക്കുടി, ആതിരപ്പള്ളി, വാഴച്ചാല് വഴി നേരെ മലക്കപ്പാറ റൂട്ടിലാണ്. ഒരുപാട് തവണ നമ്മൾ ആ റൂട്ടിലൂടെ വന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ പോകുന്നത് വാൽപ്പാറയിലെ ഏറ്റവും മനോഹരമായിട്ടൊരു സ്ഥലത്തേക്കാണ്, തലനാർ. വാൽപ്പാറ ടൗണിൽ നിന്ന് പൊള്ളാച്ചി റൂട്ടിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ പോകുമ്പോഴാണ് തലനാരിലേക്ക് പോകേണ്ട ഒരു ഡീവിയേഷൻ തിരിയുന്നത്. അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും, കൂടാതെ വാഹനത്തിനും ഇവിടെ ടിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അവിടെ നിന്ന് ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗത്തിലേക്ക് പോകുന്നൊരു അനുഭവമാണ് നമുക്കിട്ടുണ്ടാകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും വാൽപ്പാറയിൽ വരുന്നവർ ഈ ഒരു സ്ഥലത്തേക്ക് പോകാതിരിക്കരുത്, പോകണം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് ചെല്ലും തോറും പ്രകൃതി അങ്ങ് മാറും. ഇവിടെ എപ്പോഴും മഞ്ഞ് പെയ്യുന്നോ, അല്ലെങ്കിൽ എപ്പോഴും വെയിൽ വരുന്നോ, അല്ലെങ്കിൽ എപ്പോഴും മഴ പെയ്യുന്നോ, ഒന്നും നമുക്ക് ഒരു കണക്ക് കൂട്ടലില്ലാത്തൊരു സ്ഥലമാണ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും, വർഷത്തിൽ 365 ദിവസവും ഇതുപോലെ മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലം. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ദൂരെ ആളിയാർ ഡാമിൻ്റെ റിസർവോയറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആളിയാർ ഡാം ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മലക്കപ്പാറ കഴിഞ്ഞ് നമ്മൾ വാൽപ്പാറയിലേക്ക് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ഡാമാണ് ആലിയാർ ഡാം. ഈ റോഡിലൂടെ ബൈക്കായാലും കാറായാലും ഒക്കെ ഓടിക്കാൻ ഭയങ്കര ഫീലാണ്. പിന്നെ ആ മഞ്ഞുപാളികൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ഇങ്ങനെ അരിച്ചിറങ്ങുന്ന ആ ഒരു സീൻ, എൻ്റെ അമ്മോ, ഒരു രക്ഷയുമില്ല. പഞ്ഞിക്കെട്ട് പോലുള്ള മഞ്ഞിനകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് മഞ്ഞ് തന്നെയായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും കാഴ്ചകൾ മറച്ചു കൊണ്ടുള്ള മൂടൽ മഞ്ഞ് കയറിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു അമ്പലമുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ മഞ്ഞിൽ കുളിച്ചിരിക്കുന്നതാണ്. ഇവിടെ തേയിലത്തോട്ടം മാത്രമല്ല കേട്ടോ, തേയിലത്തോട്ടത്തിനപ്പുറത്ത് കൊടും വനമാണ്. ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് ഈ സ്ഥലവും. അതുകൊണ്ട് തന്നെ ആനയും പുലിയും കാട്ടിയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. ഇത് നോക്കി, എന്ത് ഭംഗിയാണ് നോക്കി ഈ വഴി കാണാൻ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീടൊക്കെ വെച്ച് അങ്ങ് താമസിക്കണം. ഇപ്പം നമുക്ക് ആളിയാർ ഡാം കുറച്ചും കൂടെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയേ, നല്ല ദൂരത്താണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു വാച്ച് ടവർ കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടെ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ്. നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ കയറാം. ഈ റോഡ് ഡെഡ് എൻഡാണ് കേട്ടോ. അങ്ങോട്ട് വേറൊരിടത്തും പോകാനുള്ള വഴികളില്ല. എസ്റ്റേറ്റുകളിലേക്ക് പോകാനുള്ള വഴികൾ മാത്രമാണുള്ളത്. പിന്നെ കുറച്ച് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ ഇത്രയും നേരം തേയിലത്തോട്ടത്തിലൂടെയാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ അതെല്ലാം മാറി ഇനി അങ്ങോട്ട് പ്ലാന്റേഷനാണ്. കാപ്പിയും ഏലവും ഒക്കെ ഉള്ള പ്ലാന്റേഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് കാപ്പി കൃഷിയും തേയില കൃഷിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് താഴ്ന്ന് മലയും കുന്നും എല്ലാം വെട്ടിപ്പിടിച്ച് മുകളിലെത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ കാപ്പിക്കുരു ഇട്ടുണ്ടാക്കിയ കോഫി കൊടുത്താണ് അവരെ ശമിപ്പിച്ചത്. അതിന് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ കാപ്പി കൃഷി ഉണ്ടായിരുന്നു.
നമ്മുടെ കാടുകളിൽ കൂടുതലും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ജീവിയാണ് സർപ്പൻറ്റികൾ എന്ന് പറയും. അതിൻ്റെ ഇണയെ വിളിക്കുന്ന കോളാണ് നമ്മളിപ്പോൾ ഈ കേട്ടത്. അതിൻ്റെ ഇണ തിരിച്ചും അതിനെ വിളിക്കുന്നുണ്ട്. ഈ വഴിയിലൂടെ വരുമ്പോൾ ധാരാളം മയിലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ മയിലുകളുണ്ട്, ഒരു കുറവുമില്ല. വണ്ടിയുടെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. പിന്നെ പീലി വിരിച്ച് ആടുന്ന മയിലുകളുമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മളിതുവഴി വണ്ടി ഓടിക്കാൻ. ഏതൊരു മൃഗവും എപ്പോഴും വേണമെങ്കിലും നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ തലനാരിലേക്ക് കയറിയപ്പോൾ നല്ല വെയിലും ഇങ്ങോട്ട് മേളിലോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല കോടമഞ്ഞും ഇപ്പം മഴയും എല്ലാം കൊണ്ട് തികഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം അരുവികളും കുറേ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള വലിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റെപ്പായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അതെല്ലാം കാണാം. ഈ വരുന്ന വഴിക്ക് കണ്ട ഒരു വലിയ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. എപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട്, വെള്ളത്തിനൊന്നും ഒരു കുറവുമില്ല, നല്ല പതഞ്ഞൊഴുകുന്നുണ്ട്. ഈ ഒരു സ്പോട്ട് എത്തുമ്പോഴത്തേക്കും നമ്മുടെ റോഡ് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് റോഡില്ല, അതായത് ടാർ ചെയ്ത റോഡില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നത് കുറച്ച് വീടുകളിലേക്കൊക്കെ പോകാനുള്ള ചെറിയ കുഞ്ഞു ഗ്രാമങ്ങളിലോട്ടൊക്കെ, അതായത് കാടിനുള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോകാനുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. വന്ന വഴി തന്നെ നമുക്ക് തിരിച്ചു പോകണം. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു വശത്തെ കാഴ്ചകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി അപ്പുറം വശത്തെ കാഴ്ചകളുണ്ട്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാനുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോഴത്തേക്കും ആ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാനുണ്ട്. ഇവിടെ നമ്മൾ എസ്റ്റേറ്റിൻ്റെ കുറേ കാഴ്ചകളുണ്ട്. മഞ്ഞ് മൂടി കിടക്കുന്നതും വെള്ളച്ചാട്ടവും ഇഷ്ടം പോലെ കാഴ്ചകളാണ്. നമുക്ക് ഒരു ദിവസം അവധി ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അവധി ദിവസമൊക്കെ കുറച്ച് തിരക്കായിരിക്കും ഇതുവഴി. അല്ലാതെ വരികയാണെങ്കിൽ ഒരു ഇട ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതൊരു ലയമാണ്, പക്ഷേ ആന ഇറങ്ങുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള ലയമാണ്. ആന ഇറങ്ങുന്നതുകൊണ്ട് ഫെൻസിങ്ങും ഉണ്ട്, ചുറ്റും അവർ കവർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും രാത്രി 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് കടത്തി വിടില്ല. അതുകൊണ്ട് ഇത് ആ സമയങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. ആനശല്യമുള്ള സ്ഥലമാണ്. അതായത് വളരെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അങ്ങ് മുകളിൽ നിന്നേ അങ്ങ് വരികയാണ്. വെള്ളം ഇങ്ങനെ വരുന്ന തട്ടായിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അത് വളരെ നല്ല രസമാണ്. ഇവിടെ ഒന്ന് ഇറങ്ങി കുളിക്കാനൊന്നും അനുവദിക്കത്തില്ല. നമുക്കിതൊന്ന് കണ്ടിട്ട് പോവാം. ഈ ഭംഗിയെല്ലാം ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ആരും ഇവിടെ കുളിക്കാനൊന്നും ഇറങ്ങിക്കളയരുത്. നല്ല വഴുക്കലുള്ള സ്ഥലമായിരിക്കും. മണ്ടയടിച്ച് വീഴും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാനൊന്ന് തെന്നി വീണതാണ് ഇവിടെ. നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു ഇങ്ങോട്ട് കയറിയത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ മഞ്ഞായിരുന്നു, പിന്നെ മഴ പെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ഇരുട്ടാറാകുന്നൊരു സമയമാണ്. അപ്പോഴാണ് കുറേ കാട്ടുപോത്തുകൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക്, നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്നുമില്ലായിരുന്നു, തിരിച്ച് വരുന്ന വഴിക്ക് കുറേ ഈ നമ്മുടെ തേയിലത്തോട്ടത്തിന് ഇടയ്ക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നല്ല കൂറ്റന്മാരായിട്ടുള്ള കാട്ടുപോത്തുകളാണ് എല്ലാം നിൽക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. പക്ഷേ ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് കുറച്ച് ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. നല്ല അടി കൂടുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഇരുട്ട് വീണ സമയമായതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് അവരെന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുള്ളതുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന അടി കൂടുന്നതാണ്. പക്ഷേ നല്ല വെളിച്ചമുള്ള സമയമായിരുന്നെങ്കിൽ, ഉച്ച സമയമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല പോലെയുള്ള വിഷ്വൽസ് കിട്ടുമായിരുന്നു. ഇവർ തമ്മിൽ കുത്തുകൂടുന്നുണ്ടെങ്കിലും നല്ല ശ്രദ്ധയോടെ നമ്മളെയും വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളിനി അങ്ങോട്ടെങ്ങാനും കയറുന്നുണ്ടോ, യുവമാർ ആരുടെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ച് തന്നെയാണ് അവർ തമ്മിലുള്ള അവരെ പ്രശ്നം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെയും കൂടെ അവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആദ്യം കണ്ട വാച്ച് ടവർ ഉണ്ടല്ലോ,
അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുടെ വിരുന്നുള്ളത്. എല്ലാവരും വാച്ച് ടവറിൽ ഈ തലനാരിൽ വരുന്നവരെല്ലാവരും ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി അവിടുത്തെ കാഴ്ച ആസ്വദിച്ചിട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ആളിയാർ ഡാമിൻ്റെ വ്യൂവും പിന്നെ അപ്പുറത്തെ മലകളുടെ വ്യൂവും എല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ്. കണ്ട ആനപ്പിണ്ടം കിടപ്പുണ്ട്. വലിയ പഴക്കമൊന്നുമില്ല എങ്കിലും ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം. ആനയുടെ കാലിൻ്റെ വലിപ്പം കണ്ടോ, കാല് ചവിട്ടിപ്പോയതിൻ്റെ വലിയ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ആനകളുള്ള സ്ഥലം തന്നെയാണ്. പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. വർക്കിംഗ് ഡേയ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും സ്പോട്ട് ചെയ്യാൻ കഴിയും. കാരണം വാഹനങ്ങളൊന്നും ഇല്ലാതെ തിരക്കുകളൊന്നും ഇല്ലാത്ത സമയമാകുമ്പോഴേ ഇവറ്റകൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു ഇതാണ്. കണ്ട ഈ ഒരു പൂവ് കണ്ടായിരുന്നു, ഈ ചിത്രശലഭങ്ങളെ പോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു പൂവാണ്. വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് അവിടെ നിന്ന് കോടമഞ്ഞിങ്ങനെ അരിച്ച് കയറി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നല്ല തണുപ്പായിരിക്കും. ഈ സമയത്തൊക്കെ നല്ല വിറച്ചാണ് നമ്മളിവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി തണുപ്പുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവധി നമ്മൾ ഈ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ വെക്കേഷൻ അവധികളൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. ടോപ്പ് വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവിടെ നിന്ന് നമുക്ക് നല്ല കുളിര് കൊള്ളാം പോയി മുകളിൽ പോയിട്ട്. സ്റ്റെപ്പ് കയറുന്നവർ ഇത്തിരി പൊക്കമുള്ളവരാണെങ്കിൽ സൂക്ഷിച്ച് കണ്ടു കയറണം. ആ സൈഡിൽ തലയിടിക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ തല 2 മുഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ നോക്കി വേണം നമ്മളിവിടെ കയറാൻ, ഇല്ലെങ്കിൽ ബോധം കെട്ട് അതുവഴി വീണ് താഴെ കിടക്കും. മഞ്ഞ് മൂടിയ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിതാ തിരിച്ച് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ലയങ്ങളാണ്. നല്ലൊരു കളർ കോമ്പോയിലാണ്. ആ ഒരു എന്താണ് ഷീറ്റ് മേഞ്ഞിരിക്കുന്നതിൻ്റെ മണ്ടയ്ക്ക് പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന. ഇവിടെ തമിഴന്മാരല്ല കൂടുതൽ, ബംഗാളീസാണ് കൂടുതലും. ഈ ലയങ്ങളിൽ ഈ തോട്ടത്തിൽ പണിയെടുക്കാൻ വരുന്ന ബംഗാളികളാണ് കൂടുതലും. നമ്മൾ തമിഴന്മാരാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ല, ബംഗാളികളാണ്. എല്ലാവരും താമസിക്കുന്ന എല്ലാവരും ബംഗാളികളാണ്. അല്ല എന്ത് ഭംഗിയാണ് നോക്കിയാൽ. സ്കൂൾ കണക്കിരിക്കും. നമ്മുടെ പഴയ സ്കൂളിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, ഗവൺമെൻറ് സ്കൂളിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഈ ലയങ്ങൾ. നമ്മളവിടെ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ തലനാരിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അവധിക്കാലങ്ങളിൽ കറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥലം ഇങ്ങനെ നോക്കി നടക്കുകയാണെങ്കിൽ തലനാര് തന്നെ ഒന്ന് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. വാൽപ്പാറയിൽ പുതിയ വീഡിയോസും വരുന്നുണ്ട്.